ഒത്തിരി എഫക്റ്റ് ചെയ്തല്ലേ? ഹല്ലേലൂയ, വണ്ടർഫുൾ. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഈ അവസരം തന്നല്ലോ. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു പാരബിള് തുടങ്ങിയത്. ഒറ്റ ആഴ്ച മാത്രമേ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് എനിക്ക് ഒരവസരം ലഭിച്ചില്ല. ഇനി ചില ആഴ്ചകളെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ തുടരെ ഇതിന് ഒരു ഇടയിൽ ഒരു ഗ്യാപ്പ് വരാതെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇഫ് ദ ലോർഡ് ഹെൽപ്സ്. അതുകൊണ്ട് നമുക്ക് ആ പാരബിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് രാവിലെ വീണ്ടും ഞാൻ തിരിക്കുക. ഓരോ പാരബിളിലും ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഓരോ ഉപമയിലും ഒരു പ്രധാനമായിട്ടുള്ള തീമുണ്ട്, ഒരു വിഷയമുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ നിന്ന് മറ്റു പല സബ് തീംസ്, സബ് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനായിട്ടുമുണ്ട്. അപ്പം നമ്മുടെ ശ്രമങ്ങൾ അതിനൊക്കെ വേണ്ടിയുള്ളതാണ്. പ്രധാനമായിട്ടുള്ള തീം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, വിഷയവിവരം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതേസമയം തന്നെ അതോട് ചേർന്നുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗങ്ങളിലൂടെ കർത്താവ് എന്തുവാ നമ്മെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഉപമയുടെ പശ്ചാത്തലത്തിലായിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഞാനതിന് പേര് നൽകിയത് വർക്കേഴ്സ് ആൻഡ് വേജസ് ഇൻ ഗോഡ്സ് വിനിയാർഡ്. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാര്, അതിനുള്ള പ്രതിഫലം. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിഭജിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് രാവിലെ അതുകൊണ്ട് അതിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. എന്നാൽ അത് പഠിക്കുവാനായിട്ട് അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് അതിൻ്റെ പശ്ചാത്തലമുണ്ട്. അതിൻ്റെ പശ്ചാത്തലമായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം നമ്മൾ അതിൻ്റെ തലേ അധ്യായത്തിലാണ് കാണുന്നത്. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മുന്തിരിത്തോട്ടത്തിലെ വേലക്കാർ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായി വരുന്ന അതിൻ്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട് 19-ാം അധ്യായത്തിൽ. അതിൽ ഒരു ധനികനായ പ്രമാണിയായ ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. അവൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമായിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. എന്ത് ചോദ്യവുമായിട്ടാണ് വരുന്നത്? നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് കർത്താവ് മറുപടി നൽകുന്നു. യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു, അവന് മറുപടി നൽകുന്നു. അതെല്ലാം നമ്മളവിടെ കാണുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത, അവൻ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിപ്രാധാന്യമുള്ള കാര്യത്തിന് വേണ്ടി മുഴുവനായി അനുസരണം കാണിപ്പാൻ അവന് കഴിഞ്ഞില്ല. അതിനെ തിരഞ്ഞെടുക്കുവാൻ അവന് കഴിഞ്ഞില്ല. അത് മറ്റെന്തോ കാരണ നിമിത്തമാണ്. അതാണ് നമ്മൾ അവിടെ ഞാൻ ഇന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുക. നമുക്ക് 22-ാം വാക്യം 22 മുതൽ 26 വരെ ഇന്ന് രാവിലെ വായിക്കാമോ? ആരംഭത്തിങ്കൽ 19-ാം മത്തായി സുവിശേഷം 19-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചാട്ടെ. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയിക്കളഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയൂടെ കടക്കുന്നത് എളുപ്പമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. ആമേൻ. താങ്ക് യു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ദുഃഖിതനായി പോയി കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ വളരെ സമ്പത്ത് ഉള്ളവൻ ആകയാൽ, ഈ വാക്യങ്ങൾ ദുഃഖിച്ച്, ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. അപ്പം അവൻ തിരക്കി വന്ന കാര്യത്തിന് എതിരായി നിൽക്കുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക വളരെ പ്രാധാന്യം കൊടുത്തൊരു കാര്യം അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് അവൻ്റെ സമ്പത്തായിരുന്നു. അപ്പോൾ സമ്പത്ത് എങ്ങനെയാണ് കർത്താവിനെ അറിയുന്നതിൽ, കർത്താവിനെ പിൻപറ്റുന്നതിൽ നമ്മെ തടയുന്നത് എന്ന് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാൻ സമയം സേവ് ചെയ്യാനായിട്ട്. ഇപ്പം, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും.
അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കും. ഇതെല്ലാം വെറുതെ എഴുതിയിരിക്കുന്ന അല്ലേ, വെറുതെ ചുമ്മാതെ. ഇവിടെ പറയുക, ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. ധനവാന്മാരാകുന്നതിലെ പ്രയാസമല്ല, എന്നാൽ ധനത്തിന് നാം കൊടുക്കുന്ന പ്രാധാന്യം, അതിനോടുള്ള അറ്റാച്ച്മെന്റ്, അതിനോടുള്ള നമ്മുടെ ക്ലോസ്നെസ്, അതിനെക്കുറിച്ച് അവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അതല്ല എൻ്റെ വിഷയം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ നമ്മൾ പ്രേരിതരാകണം, നിർബന്ധിതരാകണം. നമ്മൾ നമ്മുടെ റിസോഴ്സസ് നമ്മൾ ചരതിച്ചു വെക്കുമ്പോൾ, അല്ലെങ്കിൽ ധനം സമാഹരിക്കുമ്പോൾ, മറ്റ് വസ്തുവകകൾ കൂട്ടിവയ്ക്കുമ്പോൾ എല്ലാം നമ്മളൊരു ചോദ്യം വരണം നമ്മുടെ ഉള്ളിൽ. എന്തിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്? ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ അതേ വിഷയം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ശരിയാകും. 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, നമ്മുടെ മേൽ വരുന്ന ദുരിതം നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. കാരണം ധനം ദ്രവിച്ചു പോകും, ഉടുപ്പ് വിഴുവരിച്ചു പോകും, പൊന്നും വെള്ളിയും കറ പിടിച്ചു പോകും. ആ കറ നമ്മുടെ നേരെ സാക്ഷിയാകും. വളരെ ഭീതിപ്പെടുത്തണം കേട്ടോ. ഞാൻ എൻ്റെ വാക്കുകളിൽ മുന്നോട്ട് പോകാം. അപ്പം ദുഃഖിതനായിട്ട് ഈ ചെറുപ്പക്കാരൻ കടന്നു പോവുകയാണ്. അപ്പം അവൻ ദുഃഖത്തോടെ പോകുന്നത് കണ്ടപ്പോൾ, യേശുവിനെ അനുസരിക്കാൻ കഴിയാതെ, ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാതെ പോകുന്നത് കണ്ടപ്പോൾ, കർത്താവ് തന്നെ പറയുക, യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഡിസ്കഷൻ. ജീസസ് സ്റ്റാർട്ടഡ് എ ഡിസ്കഷൻ വിത്ത് ദ ഡിസൈപ്പിൾസ്. തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അവനൊരു സംഭാഷണം ആരംഭിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഓക്കെ. കടന്നു വന്ന ചെറുപ്പക്കാരനായ മനുഷ്യൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അത് സ്വീകരിക്കാൻ കഴിയാതെ അവൻ മടങ്ങിപ്പോയപ്പോൾ, when he returned sorrowfully, that is what is written there. അപ്പം Jesus started a conversation with his own disciples. He started a conversation with his disciples. തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് ഒരു സംഭാഷണം ആരംഭിച്ചു. എന്തുവാ? ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. സോ ശിഷ്യന്മാർ തന്നെ വിസ്മയിച്ചു പോയി. കാരണം യേശു പറഞ്ഞ അവിടെ ഒരു ഉപമാനമായിട്ട് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനെ നിങ്ങൾ എന്തിനോട് ചേർത്ത് കാണണം? ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് അല്ലേ? ദ ഐ ഓഫ് എ നീഡിൽ, എത്ര ചെറുതാ, ഹൗ സ്മോൾ ഇറ്റ് ഈസ്. അതിലൂടെ നമ്മൾ തന്നെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ അത് നൂല് കോർക്കാനായിട്ട് എന്ത് പാടാ, സൂചിയലെ നൂലൊന്ന് കോർക്കാനായിട്ട്. അമ്മയൊക്കെ ഒരു പ്രായമായപ്പം നമ്മളോടൊക്കെ പറയുമായിരുന്നു, എന്നോടൊക്കെ പറയുമായിരുന്നു. അപ്പോൾ വളരെ ഈസി ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പം 2 കണ്ണാടിയും കൂടെ വെച്ചാലും it's not that going to be that easy, right? So അത്ര ചെറിയ ഒരു ഐ ഓഫ് ദ നീഡിൽ അല്ലേ, സൂചിക്കുഴ എന്ന് പറയും. ഇവിടെ പറയുന്ന അതല്ല എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് വെറും സൂചിയുടെ കുഴയെക്കുറിച്ചല്ല പറയുന്നത്. പ്രത്യുത അവർക്കായിട്ട് യെരുശലേം നഗരത്തിലേക്ക് പ്രവേശിപ്പാൻ ഉണ്ടാക്കിയിരുന്ന ഒരു വാതിൽ, ഏറ്റവും ചെറിയൊരു ഇടുക്ക് വാതിൽ എന്നതുപോലെ. കാരണം ശബത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചുമടുകൾ ചുമന്ന് ഒട്ടകങ്ങളും മറ്റും ആ നഗരത്തിലേക്ക് പ്രവേശിപ്പാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യത്തക്കവണ്ണം ആളുകൾക്ക് തന്നെ വളരെ കുനിഞ്ഞകത്തേക്ക് കയറത്തക്കവണ്ണം ഏറ്റവും ചെറിയ ഇടുക്കമുള്ള ഒരു കവാടം, ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. അതിനെയാണ് സാധാരണ സൂചിക്കുഴ വാതിൽ എന്ന് പറയപ്പെടുന്നത് എന്ന് പറയുന്നു. സോ എനിഹൗ that could be possible, അല്ലെങ്കിൽ അസംഭവ്യമായ ഒരു കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നത്. അത് കേട്ടിട്ട് ശിഷ്യന്മാർ പറയും, അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തെ കടക്കാൻ പിന്നെ ആർക്ക് കഴിയും? ആർക്കാ പിന്നെ ഇത് കഴിയുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യം. ദൈവത്താൽ സാധ്യം. നോക്കണം, ആ തരുണത്തിലാണ്, ആ സമയത്താണ് പത്രോസ് ഒരു ചോദ്യം ചോദിക്കുന്നത്. 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 27.
പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. മതി. ഈ ഒരു പശ്ചാത്തലം ഒന്ന് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കണം. ഈ മനുഷ്യൻ ഇങ്ങനെ ദുഃഖത്തോടെ കടന്നു പോവുകയാണ്. അപ്പോൾ യേശു കർത്താവ് പറയാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന വളരെ പ്രയാസമാണ്, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെ തന്നെയാണ് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ആർക്ക് കടക്കാൻ പറ്റും? ദൈവത്താൽ എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസിനൊരു താല്പര്യം തോന്നിയൊരു ചോദ്യം ചോദിക്കാൻ. പത്രോസാണല്ലോ സാധാരണ യേശുവിനോട് ചോദ്യം ചോദിക്കാൻ എടുത്തിയാടുന്നത്, അല്ലേ? അപ്പോൾ ഇതേ പത്രോസ് തന്നെ യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പം പിന്നെ പത്രോസിൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി മനസ്സിലായോ? ഈ ഒന്നും ഉപേക്ഷിക്കാൻ, തൻ്റെ ധനം ഉപേക്ഷിച്ച് നിന്നെ പിൻപറ്റുവാൻ, നിന്നെ അനുസരിക്കുവാൻ ഒരുക്കമല്ലാതിരുന്ന ഈ ധനവാനെ കുറിച്ച് പോലും നീ പറയുകയാണ് മനുഷ്യൻ അസാധ്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ ഇങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ കടക്കാനായിട്ട്. പക്ഷെ ദൈവത്തിന് അതുപോലും കഴിയും എന്ന് പറഞ്ഞാൽ അവരെ പോലും മാറ്റിയെടുത്ത് സ്വർഗരാജ്യത്തിൽ കൊള്ളാവുന്നവരാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ, അവർക്ക് അങ്ങനെയുള്ള പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഒറ്റ വാക്കിങ്കൽ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചതാ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പം പത്രോസ് എന്തുവാ ചോദിച്ചെന്ന് അതിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ആ ചോദ്യമാണ് പത്രോസ് ചോദിക്കുന്നത്. Therefore, what shall we have? ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവേ? ഇതുവരെ ഞങ്ങളൊന്നും കാണുന്നില്ല, നിന്റെ പുറകെ ഇറങ്ങിയിട്ട് ഇതുവരെ ഞങ്ങളൊന്നും കണ്ടില്ല, ഞങ്ങൾക്കൊന്നും കിട്ടുന്നത് കണ്ടില്ല. ആകപ്പാടെ നിന്നെയും പരിഹാസവും കഷ്ടവും ദുഷിയും ശോധനയും എല്ലാവേ ഞങ്ങൾക്കും ഉള്ളൂ. നിന്റെ കൂടെ ഇങ്ങനെ സഞ്ചാരികളായിട്ട് നടക്കുകയാ, സ്വന്തമായി വീടില്ല, സൗകര്യങ്ങളില്ല, ഒരു ഓഫീസില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റം ഒന്നും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. പറയുന്നത് കേട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇല്ല, നമുക്ക് അറിയാം, ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചപ്പോൾ 2 ഉദാഹരണങ്ങൾ മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഒന്ന്, പത്രോസിനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും കർത്താവ് വിളിച്ചതിനെ കുറിച്ച്. പത്രോസിനെയും അന്ത്രയോസിനെയും. അപ്പം അവര് വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശു വിളിച്ചു, അവനോട് പറഞ്ഞു, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അവർ ആ നന്നാക്കിക്കൊണ്ടിരുന്ന വല വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. അത് കഴിഞ്ഞ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക, അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ യോഹന്നാനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കണ്ടെത്തി അവരോടും പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പോൾ അവർ പടകും വിട്ടു, അപ്പനെയും വിട്ടു. അവരുടെ അപ്പനോടുകൂടെ സെബദിയോടുകൂടി ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ പത്രോസും അന്ത്രയോസും വല വിട്ടു, യാക്കോബും യോഹന്നാനും പടകു വിട്ടു, അവരുടെ കുടുംബം വിട്ടു, അല്ലെങ്കിൽ അതിന് ഉള്ള പ്രാധാന്യം വിട്ടു, കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങി. അതെല്ലാം കൂടെ മനസ്സിൽ കൊണ്ടുവന്നായിരിക്കാം പത്രോസ് ചോദിക്കുന്ന, കർത്താവ് ഞങ്ങളെ നോക്ക്, ഞങ്ങൾ പടകു വിട്ടു, വല വിട്ടു, അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, കുടുംബം വിട്ടു, ആർക്കു വേണ്ടിയും അല്ല, ഞങ്ങൾ നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, നിന്നെ മാത്രം ഞങ്ങൾ പിൻപറ്റുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പം പത്രോസിൻ്റെ ഉദ്ദേശം എന്തുവാ? അന്നും ഇന്നും ഈ താല്പര്യത്തോടെ കർത്താവിനെ പിൻപറ്റുന്നവരുണ്ട്, അല്ലേ? ഇത് ശുശ്രൂഷ വൃത്തങ്ങളിൽ നമുക്ക് കാണാനുണ്ട്. ഈ കർത്താവിൻ്റെ വേല തിരഞ്ഞെടുക്കുന്നവരുടെ മധ്യത്തിൽ പോലും ഇത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഒന്നാമത്തെ ചോദ്യം തന്നെ പേയാ. എത്ര പ്രതിഫലം കിട്ടും, എത്ര പൈസ കിട്ടും, എത്ര ശമ്പളം കിട്ടും? കർത്താവിൻ്റെ വേല ഇപ്പോൾ ആ രീതിയിലേക്ക് അധപ്പതിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഒരു മെഴ്സിനറി സ്പിരിറ്റാണ് ഇവിടെയും പത്രോസിൽ നമുക്ക് കാണുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യം. ആ ഒരു താല്പര്യം പത്രോസിൽ ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതായാലും വളരെ കൗതുകത്തോടെ അവൻ ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുക. അപ്പം മോട്ടിവേറ്റഡ് ബൈ ദ ഡിസയർ ഓഫ് പേഴ്സണൽ ഗെയിൻ, വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി
ആത്മീയതയിൽ താല്പര്യം കാണിക്കുക. എനിക്കെന്നത് കിട്ടും, എന്ത് കിട്ടും എന്ന് ഉള്ള താല്പര്യത്തോടെയുള്ള ആത്മീകത. അതിന് ദൈവത്തിൻ്റെ വചനം അനുവാദം നൽകുന്നില്ല. അതിനെതിരായിട്ട് ദൈവത്തിൻ്റെ വചനം എപ്പോഴും പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷ, നമ്മുടെ ആത്മീക വളർച്ച അതിന് താല്പര്യമുണ്ടാകാൻ പാടില്ല എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. പ്രത്യുത ഭൗതികത ഉയർത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ താൽക്കാലികമായവയെ ഉയർത്തുന്ന താല്പര്യത്തോടെ കർത്താവിനെ അനുഗമിക്കുക. അത് വിശ്വാസികളായാലും ശുശ്രൂഷകരായാലും ദൈവത്തിൻ്റെ വചനം അതിനെ കണ്ടം ചെയ്യുന്നുണ്ട്. അതിലെ തെറ്റിനെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുവാൻ ഇടയാകുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊള്ളണം എപ്പോഴും. ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നുവെങ്കിൽ എന്ത് താല്പര്യത്തോടെ അനുഗമിക്കുന്നു? ഞാൻ അവനെ ആരെയാണ് പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്? ഞാൻ ചർച്ചിൻ്റെ പാസ്റ്ററാണെങ്കിൽ ഞാൻ ആരെയാണ് പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ചർച്ചിനെയാണോ, ചർച്ചിലെ ആളുകളെയാണോ, അതോ ഞാൻ കർത്താവിനെ, എന്നെ വിളിച്ചവനെയാണോ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളിൽ ആരുമാകട്ടെ, നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, നമ്മൾ ആരെയാ പ്രസാദിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്? നമ്മുടെ ഓരോ പ്രയത്നവും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ആണോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ പലരും ചെയ്യുന്നത് പോലെ ദൃഷ്ടി സേവകളാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനായിട്ട് അല്ല, സോ പത്രോസിൻ്റെ ഈ ചോദ്യം, ഞങ്ങൾ ഇന്നതൊക്കെ വിട്ടല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന്. കർത്താവ് ഒറിജിനലി എന്തുവായിരുന്നു പ്രോമിസ് ചെയ്തത് ഈ ശിഷ്യന്മാരോട് വിളിച്ചപ്പോൾ? മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നേ പറഞ്ഞോളൂ. ഇന്നത് തരാമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ പ്രോമിസ് ചെയ്ത കാര്യം, എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈ മീനും പിടിച്ചോണ്ട് നടക്കാതെ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായിക്കോ. ഞാൻ നോബിൾ ടാസ്കില് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ആ ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാമെന്നാണ് കർത്താവ് പറഞ്ഞിരുന്നത്. എന്നാൽ പത്രോസിൻ്റെ ചോദ്യത്തിൽ ഏകദേശം ഒരുപക്ഷെ നമുക്ക് തോന്നും അതുപോരാ, മനുഷ്യരെ പിടിച്ചുകൊണ്ട് നടന്നാൽ പോരാ, ഞങ്ങൾക്ക് മറ്റു പലതും കൂടെ വേണം. ഈ ധനവാനായ മനുഷ്യൻ അവൻ്റെ ധനം വെച്ചുകൊണ്ട് തന്നെ അവൻ ജീവിക്കുകയാണ്. എന്നിട്ട് നീ പറയുകയാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന്. അപ്പം ഞങ്ങൾ ഇതെല്ലാം വിട്ടേച്ചു പോലെ നിന്റെ പിറകെ ഇറങ്ങിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവേ എന്നാണ് പത്രോസ് ചോദിക്കുന്നത്. നോക്ക്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ പത്രോസിനെ വേണമെങ്കിൽ കർത്താവിന് നാണം കെടുത്താമായിരുന്നു, ലജ്ജിപ്പിക്കാമായിരുന്നു. എല്ലാവരുടെയും മുമ്പേ നീ എന്തെല്ലാമാ വിട്ടത്? കീറാറായ വല, നന്നാക്കിക്കൊണ്ടിരുന്ന വലയല്ലേ വിട്ടത്? അല്ലെങ്കിൽ ആ പഴയ തകർന്ന് പൊളിഞ്ഞ് പോകാൻ പോകുന്ന ഒരു പടകല്ലേ വിട്ടത് എന്നൊക്കെ വേണമെങ്കിൽ ഈ ശിഷ്യന്മാരോട് ചോദിക്കാമായിരുന്നു. പക്ഷെ അതല്ല കർത്താവ് പറഞ്ഞു. പലപ്പോഴായിട്ട് കർത്താവ് പറയുന്ന പല വാഗ്ദത്തങ്ങളുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് അവ ചൂണ്ടിക്കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമതൊരു അഷ്വറൻസാണ് കർത്താവ് കൊടുക്കുന്നത്. കർത്താവിൻ്റെ അപ്രോച്ച് വളരെ വ്യത്യസ്തമാണിത്. കർത്താവിൻ്റെ സമീപന രീതി വളരെ വ്യത്യസ്തമാണ്. ഒന്നാമത് അവർക്കൊരു അഷ്വറൻസ് കൊടുക്കുക, ഒരു ഉറപ്പ് കൊടുക്കുക. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ കർത്താവിനെ പിൻപറ്റുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന, അടങ്ങിയിരിക്കുന്ന അധികാരങ്ങളും ദൈവികമായിട്ടുള്ള അധികാരങ്ങൾ, ശക്തി, അതിൻ്റെ മഹത്വം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ വെറും നമ്മളെ തന്നെ ഏറ്റവും ഒന്നിനും കൊള്ളാത്ത കീടങ്ങളെ പോലെയാണ് നമ്മളെ കാണുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ ആവർത്തിച്ച് നമുക്ക് അറിവ് തരുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ അധികാരം, നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്ഥാനം, കർത്താവിൽ നമുക്കുള്ള അധികാരങ്ങളും ദൈവികമായ ശക്തിയും. എത്ര വലിയ കാര്യങ്ങളാണ് കർത്താവ് പറയും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിബേറ്റുള്ള ഒരു പ്രസ്താവനയാണ്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ തക്കവണ്ണം സമയമെടുക്കാം. ബട്ട് let us look at all that our salvation entails. അല്ലേ, നമ്മുടെ രക്ഷയെന്ന് നമ്മൾ പറയുന്നതിൽ അടങ്ങിയിട്ടുള്ള മഹത്തായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ദർശനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അത് മറന്നു പോകരുത്. അപ്പോസ്തലനായ പൗലോസ് എഫേസോസിൽ ഉണ്ടായിരുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവൻ്റെ
അവകാശത്തിന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനമിന്നതെന്നും വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നെന്നും തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ഇവിടെയായിരിക്കുന്ന നമ്മൾ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. താൽക്കാലികതയുടെ പിറകെ ഓടി, ഭൗതികതയുടെ പിറകെ ഓടി, നമ്മെ തൃപ്തിപ്പെടുത്താത്ത നൈമിഷികങ്ങളായ കാര്യങ്ങളുടെ പിറകെ ഓടി, യാക്കോബ് 5:1 മുതൽ പറയുന്നത് പോലെ കരഞ്ഞു മുറവിളി കൂട്ടുവാൻ നമുക്കിടയാകരുത്. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അവൻ്റെ വിളിയാലുള്ള ആശ തിരിച്ചറിയണം. നമ്മുടെ അവകാശത്തിൻ്റെ മഹിമാധനം തിരിച്ചറിയണം. നമ്മൾ വ്യാപരിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. അതിനായിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അത് ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷകളിലെ അധികാരം മാത്രമല്ല കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ മടങ്ങി വരവിലുള്ള കാര്യങ്ങളും കൂടെ കർത്താവ് പറയുന്നുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലുണ്ട്. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വായിക്കുന്നു, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവൾ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിങ്കൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങൾ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. ഇതൊക്കെ മതിയോ? സ്തോത്രം. സ്മോൾ തിങ്സ് അല്ലേ? എത്ര ചെറിയ കാര്യങ്ങളാ ആണോ? കർത്താവ് മടങ്ങി വരുമ്പം ലേക്ക് ലാൻഡിൻ്റെ ഇവിടുത്തെ സിറ്റി മേയറെങ്കിലും ആക്കിയാൽ മതിയായിരുന്നെന്ന് അല്ലേ? അല്ലെ, ഈ സ്റ്റേറ്റിന്റെ ഗവർണറൊക്കെ ആയ എന്തൊരു ഭയങ്കര കാര്യമാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നോക്കിയേ. തന്നെ പിൻഗമിക്കുന്നവർക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള വലിയ വാഗ്ദത്തങ്ങൾ കാണ്. കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവരാണ്, അതുകൊണ്ട് ഞാനും നിങ്ങൾക്ക് തിരിച്ചു ചിലത് തരാൻ പോവുകയാണ്. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിങ്കൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇവിടെയും തീർന്നില്ല, മറ്റൊരു കാര്യം കൂടെ ഞാൻ കാണിക്കാം. ഇത് കർത്താവിനെ പിൻപറ്റുന്ന വേലക്കാരും ശുശ്രൂഷകരും അല്ലെങ്കിൽ പലതും അവന് വേണ്ടി ത്യജിക്കുന്നവരോടൊക്കെ പറയുന്നതാണെങ്കിൽ, ജനറലായിട്ട് എല്ലാ ഡിസൈപ്പിൾസിനും എല്ലാ ശിഷ്യന്മാർക്കും കർത്താവ് നൽകുന്ന പ്രോമിസ് ഉണ്ട്. മത്തായി 19:29 ഒന്ന് വായിച്ചേ. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ കളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. എങ്കിലും മുമ്പന്മാർ പലരും എല്ലാ ഡിസൈപ്പിൾസിനോടും പറയുക, എല്ലാ ശിഷ്യന്മാരോടും പറയുക, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നു എങ്കിൽ എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവന് നിത്യജീവനും അവകാശമാക്കും. ഇതെങ്ങനെയാണ് സത്യമാകുന്നത്? പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവർ പലപ്പോഴും ആധാരമാക്കുന്ന ഇങ്ങനെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ 100 മടങ്ങ് തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? അപ്പോൾ അപ്പനെയും അമ്മയും എങ്ങനെയാണ് 100 മടങ്ങ് കിട്ടുന്നത്? അല്ലെങ്കിൽ നിലങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ശരിയാണെന്ന് പറയാം. എന്നാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 100-fold ഹിയർ. അങ്ങ് നിത്യജീവനിൽ മാത്രമല്ല, അവിടെയുള്ള അവകാശങ്ങൾ മാത്രമല്ല, സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നത് മാത്രമല്ല, പ്രത്യുത 100-fold ഹിയർ. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പൂർത്തീകരണം നമ്മൾ ഇതിനിവിടെ കാണുന്നത്. ഒരു 100 മടങ്ങ്. എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പം എല്ലാവരും ത്യജിക്കപ്പെടുന്നുവെന്ന് എല്ലാവരും പറഞ്ഞു. എൻ്റെ വീട്ടുകാർ പറഞ്ഞു, എൻ്റെ സഹോദരന്മാർ പറഞ്ഞു, നീ ഭക്ഷണത്തിന് വേണ്ടി തെണ്ടി നടക്കും, യാചിച്ച് നടക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു ഉപദേശിയായിട്ട് അന്നത്തെ കാലത്ത്, ഐ എം ടോക്കിംഗ് അബൌട്ട് 1971,
ചെറുപ്പത്തിലെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ടൊക്കെ ഇറങ്ങി. പീഡകളും ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഒന്നും വന്നില്ലെന്നല്ല, നിസ്സാരമോ വലിയ അനേകരെ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നത് പോലെ ഞാൻ പീഡിപ്പിക്കപ്പെട്ടില്ല. എന്നാലും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വചനം നിവൃത്തിയാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. എത്രയെത്ര ഭവനങ്ങൾ സ്വന്തം എന്നോണം, മാതാപിതാക്കൾ എന്നോണം, സഹോദരി സഹോദരന്മാർ എന്നോണം, കുഞ്ഞുങ്ങൾ എന്നോണം സ്വീകരിക്കുന്ന കാണാൻ ഇടയായിട്ടുണ്ടെന്നറിയാവൂ. എൻ്റെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും എൻ്റെ സാഹചര്യങ്ങളിലും എന്നോട് കൂടെ നിന്നത് ആരംഭം മുതലേ ഈ ആത്മീകമായിട്ടുള്ള നിവൃത്തി പൂർത്തീകരണത്തിന് അപ്പനമ്മമാരും സഹോദരി സഹോദരന്മാരുമായിരുന്നു. അതിന്നും അങ്ങനെയാണ്. നിവർച്ച എനിക്ക് എൻ്റെ വീട്ടുകാർ എന്നെ കരുതിയില്ലെന്നോ സ്നേഹിച്ചില്ലെന്നോ ഉള്ള കുറ്റപ്പെടുത്തലൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതൊരു വലിയ സ്പിരിച്വൽ ട്രൂത്താണ്. ഒരു ആത്മീക ബന്ധമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാസ്തവമായിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ആഴമുള്ള വേറൊരു ബന്ധമില്ല, അല്ലേ? മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. അതിനകത്തൊരു സ്റ്റാൻസ ഉണ്ടല്ലോ, ഒരു ചരണമുണ്ടല്ലോ, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിത് യുഗകാലം വരെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട്? ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. നമ്മുടെ ആത്മീക ബന്ധങ്ങൾക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്ത്, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയത്തക്കവണ്ണം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. ഒരു 100 ഫോൾഡ് അല്ല, അതിലൊക്കെ എത്രയോ ഫോൾഡാ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പൊ 100 ഫോൾഡ് ഇവിടെ കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞു. രണ്ടാമത് പറയുക, ഇവിടെ കിട്ടുന്ന 100 ഫോൾഡ് മാത്രമല്ല, വരുവാനുള്ള ഇൻ ദി ഏജ് ടു കം എവർലാസ്റ്റിംഗ് ലൈഫ് ഓൾസോ. അപ്പൊ ഇവിടുത്തെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ നിമഗ്നരായിട്ട് അതിൽ വലിയൊരു സന്തോഷം കണ്ടെത്തി പോകണ്ട. കാരണം ഇവിടുത്തെ ബന്ധങ്ങൾ മാനുഷികങ്ങളാണ്. ആത്മീക ബന്ധങ്ങളായിട്ടെല്ലാം ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരും എല്ലാം മനുഷ്യരാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം പരിമിതികളുണ്ട്. അതിൽ നിങ്ങൾ വല്ലാതെ മതിച്ച് ഉന്മാദചിത്തരായിട്ടൊന്നും പോകണ്ട. നിങ്ങൾ അതിനപ്പുറത്തൊരു കാഴ്ച ഉണ്ടാകണം. വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ. ദൈവത്തിന് സ്തോത്രം. വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 29-30 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അതിന് യേശു എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ, 30-ാം വാക്യം, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആകത്തുകയെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഒരു ആകത്തുക, the summary of everything. If we summarize the whole thing, what will it bring to us? എന്തായിരിക്കും? Those who give up all will receive far more in return. വിട്ടുകളയുന്നവന് എത്രയോ അധികമായിട്ട് മടക്കി ലഭിക്കും. കർത്താവിൻ്റെ നാമനിമിത്തം വിട്ടുകളയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ കെയർലെസ് ലിവിങ്ങിൽ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചല്ല. പ്രത്യുത കർത്താവിൻ്റെ നാമനിമിത്തം എന്തെങ്കിലും ത്യജിച്ചിട്ടുണ്ടെങ്കിൽ, ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രോമിസ് എത്രയുണ്ട്? 100 മടങ്ങ്. ഇവിടെ ചിലപ്പോൾ ഉപദ്രവങ്ങൾ കർത്താവ് തന്നെയാണ് ഇവിടെ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ. എൻ്റെ നാമനിമിത്തം നിങ്ങൾ ഈ ലോകത്തിൽ ഉപദ്രവങ്ങളോട് കൂടെയാണെങ്കിലും, കഷ്ടങ്ങളും ഞെരുക്കവും പ്രയാസമല്ല ഇതിൻ്റെ മധ്യത്തിലും ഉണ്ടായാലും 100 മടങ്ങ് ഇവിടെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല. Those who give up all receive far more in return.
അതിൻ്റെ കൂടെ കർത്താവ് ഒരു വാണിംഗ് പറയുന്നുണ്ട്. ഞാനതിലേക്ക് വരാം പിന്നീട്. ഒരു മുന്നറിയിപ്പും കർത്താവ് നൽകുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് എൻ്റെ വാക്കുകളെ ഇന്ന് പകൽക്കാലം അവസാനിപ്പിക്കാം. ജിം എലിയറ്റ് എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൗ മെനി ഓഫ് യു ഹാവ് ഹേർഡ് ദ നെയിം ഓഫ് ജിം എലിയറ്റ്? പുസ്തകങ്ങൾ വായിക്കുന്നവർ. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഹീസ് നോ ഫൂൾ ഹു ഗീവ്സ് സംതിങ് ദാറ്റ് ഹി കനോട്ട് കീപ് വിത്ത് ഹിംസെൽഫ് ഇൻ ഓർഡർ ടു ഗെയിൻ സംതിങ് ദാറ്റ് ഹി വിൽ നെവർ ലൂസ്. ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒന്ന് നേടേണ്ടതിന് വേണ്ടി ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തത് വിട്ടുകളയുന്നവൻ ഒരിക്കലും ഒരു ഭോഷൻ അല്ല. ഒരിക്കലും ഭോഷനല്ല. ആരാ? നഷ്ടപ്പെടുകയില്ലാത്ത ഒന്ന് കിട്ടാനായിട്ട് നഷ്ടപ്പെടുന്നത് വിട്ടുകളയുന്നവൻ ഒരിക്കലും ഒരു ഭോഷനല്ല. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹം പറയാൻ, അവർ 5 ചെറുപ്പക്കാർ, ജിം എലിയറ്റും അതിനോട് ചേർന്ന് 4 ചെറുപ്പക്കാർ, വെരി സ്മാർട്ട് യങ് പീപ്പിൾ ഇൻ ദ ഏർലി 30s ഓർ ലേറ്റ് 20s ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ജിം എലിയറ്റിന് 28-30 വയസ്സേ ഉള്ളായിരുന്നു. ഒരു പൈലറ്റ്സും ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻസും ഒറേറ്റേഴ്സും എല്ലാം ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ. അവർ 5 ചെറുപ്പക്കാർ തീരുമാനിച്ചു ഔക്ക ട്രൈബ്സിൻ്റെ ഇടയിൽ പോയി കർത്താവിൻ്റെ വചനം അറിയിക്കാനായിട്ട്. നരഭോജികളായ സാവേജസ് ആയിട്ടുള്ള ഔക്ക ട്രൈബ്സിൻ്റെ ഇടയിൽ പോയി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ആളുകളോട് എല്ലാവരും പറഞ്ഞു, അവരോട് എല്ലാവരും പറഞ്ഞു, ഡോണ്ട് ഡു ദാറ്റ്, ദേ ആർ ഡേഞ്ചറസ് ട്രൈബ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രൈബാ, അതുകൊണ്ട് അത് ചെയ്യരുത്, നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ആ സ്ഥലത്തേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം അവരാഗ്രഹിച്ചു. അങ്ങനെ അവരവിടെ പോവുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞ വാചകമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ പോയി അവർ ആരംഭത്തിൽ അവിടെയുള്ള ട്രൈബൽ ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനൊക്കെ ശ്രമിച്ചു. ആദ്യം ഫ്ലൈറ്റിൽ അവിടെ പറന്ന് നടന്ന് ഗിഫ്റ്റൊക്കെ ഡ്രോപ്പ് ചെയ്തു, ആഹാര സാമഗ്രികൾ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ പതുക്കെ അവരെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. അവസാനം അവർക്കൊരു ഒരു 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 ഡിസിഷൻ എടുത്തു. അവരെ ഇനി നമ്മൾ നേരിട്ട് അവരോട് ഇടപെടുക, പ്ലെയിൻ ലാൻഡ് ചെയ്ത് അവർ ആളുകളോട് ഇടപെടാൻ താല്പര്യപ്പെട്ടു. പിന്നീട് ഇവരെക്കുറിച്ച്, ഈ 5 പേരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. മുഴുവൻ ലോകത്തിനും ഒരു വിവരവും ഇല്ലായിരുന്നു. അപ്പം സെർച്ച് പാർട്ടി എന്നവർ കണ്ടെത്തി അവിടെയുള്ള സമുദ്രതീരത്ത്, ഈ ട്രൈബൽ ഏരിയയിലെ സമുദ്രതീരത്ത് ഈ 5 പേരും നിലത്ത് കുന്തങ്ങളാൽ കുത്തപ്പെട്ട് അവർ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ലോകം എല്ലാം ചോദിച്ചു, വാട്ട് എ വേസ്റ്റ്, എന്തൊരു പാഴ്ചെലവാ, ഇത്രയും നല്ല ചെറുപ്പക്കാർ, പ്രോമിസിങ് യങ് മെൻ, 5 യങ് മെൻ, ഇവരുടെ ജീവിതം കൊണ്ട് എന്തെല്ലാം നേടാമായിരുന്നു